അപ്പം നമ്മളിന്നിവിടെ പറയുന്നത് ലെസ്റ്റ് സ്റ്റോറി എന്ന മൂവിയുടെ 4ാമത്തെ കഥയാണ്, അതായത് ഫൈനൽ കഥ. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈബ്രറിയനെ കാണിക്കും, ലേഡി ആയിട്ടുള്ള ലൈബ്രറിയൻ. അതോടൊപ്പം തന്നെ ഒരു ഹെഡ് മാസ്റ്ററിനെ. ആ ഹെഡ് മാസ്റ്റർ ലൈബ്രറിയനെ നൈസായിട്ട് വളയ്ക്കാൻ നോക്കും. പക്ഷേ പുള്ളിക്കാരി അത് അവോയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് പോകും. പുള്ളിക്കാരി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള മേഘയെ കാണിക്കുന്നത്. ഹീറോയിൻ അവിടെ സാരിയിൽ പിൻ കുത്താൻ അറിയാതെ നിൽക്കും. ഇത് കണ്ട ലൈബ്രറിയിൽ അത് കുത്തി കൊടുക്കുകയും ചെയ്യും. ആ ടൈമിലാണ് ഹീറോയിൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ വരുന്നത്. പുള്ളിക്കാരി പറയും PTA വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വന്നതെന്ന്. ഹീറോയിൻ പറയും അതൊന്നും കുഴപ്പമില്ല, ഇവിടെ എന്താണെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഒരു കുഴപ്പവുമില്ലെന്ന്. അപ്പോഴാണ് ആ കുട്ടിയുടെ അമ്മ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്, അവൾ ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ പറയും ഇതിലിപ്പോൾ എന്താ കുഴപ്പം? പുള്ളിക്കാരി പറയും അതല്ല, ഇവളുടെ കൂടെ ആരെ ഇരിക്കുന്നതെന്ന് നോക്ക്, ഒരു ആൺകുട്ടി. ഇത് ഗേൾസ് സ്കൂളല്ലേ, പിന്നെ എങ്ങനെ ഒരു ആൺകുട്ടി ഇവളുടെ കൂടെ വന്നെന്ന്. ഇത് കണ്ട ലൈബ്രറിയും പറയും ഇവൾ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ടുമുട്ടിയ പയ്യനായിരിക്കും, ഇതിലിപ്പോൾ എന്താ ഇത്ര ഇരിക്കുന്നതെന്ന്. പുള്ളിക്കാരി പറയും നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണമായി ഈ നാടിൻ്റെ കൾച്ചർ നഷ്ടപ്പെടുന്നതെന്ന്. ആ ടൈമിൽ തന്നെയാണ് ഹീറോയിൻ്റെ സാരി അഴിഞ്ഞു വീഴുന്നത്. ഇത് കണ്ട എല്ലാവരും ഷോക്കാവും. കുറച്ച് കഴിഞ്ഞ് ഹീറോയിനെ പെണ്ണ് കാണാൻ വന്ന ആളുടെ അടുത്തേക്ക് ഹീറോയിൻ പോകും, അതായത് ഹീറോയുടെ അടുത്തേക്ക് പോകും. ഹീറോയിൻ പറയും സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്. ഹീറോ പറയും അതൊന്നും കുഴപ്പമില്ല, എനിക്കെൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന്. എന്നിട്ട് അവൻ ഗൂഗിളിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കും. ഇതുപോലെ എന്തെങ്കിലും ചളി അടിക്കുന്നതാണ് ഹീറോയുടെ മെയിൻ പരിപാടി. ഹീറോ ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഷാള് പുതച്ചേക്കുന്നതെന്ന്. നല്ല തണുപ്പായതുകൊണ്ടാണെന്ന് ഹീറോയിൻ പറയും. എന്നിട്ട് ദേഹം മുഴുവൻ വിയർത്തിരിക്കുവാണല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കും. ആ ടൈമിലാണ് ഹീറോയിൻ ഷാൾ അഴിക്കുന്നത്. അവളെ കണ്ട ഹീറോ പറയും നിങ്ങൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല, അതെടുത്തിട്ടോളാൻ. അങ്ങനെ പിന്നീട് ഇവർ കാര്യങ്ങളിലേക്ക് കടക്കും. ഹീറോ പറയും അവനൊരു ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളോട് മിണ്ടാനും ഇടപഴകാനും ഒന്നും അവന് വലിയ അറിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒരു ഷൈ ആയിട്ടുള്ള ആളാണ്. ഹീറോ ചോദിക്കും ഇതെല്ലാം ഓക്കെ ആണ് എന്ന്. പിന്നീട് അമ്മ ഹീറോയിനോട് ചോദിക്കും ആ പയ്യനെ ഇഷ്ടപ്പെട്ടതെന്ന്. ഇല്ലെന്ന് ഹീറോയിനും പറയും. അതെന്താ ഇഷ്ടപ്പെടാത്ത? നല്ല ജോലിയും നല്ല കുടുംബവും എല്ലാം കൊണ്ട് നല്ല പയ്യനല്ലേ എന്ന്. ഹീറോയിൻ പറയുമ്പോൾ അവളെ ചെറുപ്പം തൊട്ട് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഒരാണുമായിട്ട് മിണ്ടിയിട്ടോ ഇടപഴകിയിട്ടോ വെളിയിൽ പോയിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ ഒരാണിനെ ജഡ്ജ് ചെയ്യും? ഒരാണുമായിട്ട് ഐസ്ക്രീം പോലും കഴിച്ചിട്ടില്ലെന്ന് പറയും. ഇത് കേട്ട അമ്മ പറയും ഇതാണ് നിന്റെ പ്രശ്നം, അവനെ കെട്ടിക്കഴിഞ്ഞ് നീ എത്ര ഐസ്ക്രീം വേണേലും കഴിച്ചോളാൻ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഹീറോയിനും തമ്മിലുള്ള കല്യാണം കഴിയും. അങ്ങനെ ആദ്യ രാത്രി പോവും. ഹീറോയ്ക്ക് നല്ല ആവേശമായിരുന്നു. അവൻ എങ്ങനെ തുടങ്ങണം അറിയത്തില്ല. അവൻ ഹീറോയിനോട് ചോദിക്കും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഏതാണെന്ന്. ഹീറോയിൻ പറയുമ്പോൾ അവൾക്ക് പൂച്ചയാണ് ഇഷ്ടമെന്ന്. അവൾ ചോദിക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന്. ഹീറോ പറയുമ്പോൾ അവന് ഉടുമ്പാണ് ഇഷ്ടമെന്ന്. ഉടുമ്പോ? ഹീറോ പറയും അതെ ഉടുമ്പ്, ഞാൻ ഡിസ്കവറി ചാനലിൽ കുറേ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉടുമ്പ് വെള്ളത്തിനടിയിൽ പോയി കുമ്പളം വിടുമെന്നും പറയും. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് ഫീമെയിൽ ഉടുമ്പിനെ അട്രാക്ട് ചെയ്യാനാണെന്ന് ഹീറോ പറയും. പിന്നീട് ഹീറോ അവൻ്റെ പ്ലാൻ നടത്തും. അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് അതിനകത്ത് അവൻ കുമള വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും കാര്യങ്ങളിലേക്ക് കടക്കും, പരിപാടി നടത്താൻ തുടങ്ങും. പക്ഷെ ഹീറോയ്ക്ക് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ ഒരു ലൈഫ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്നും ഹീറോയ്ക്ക് ഇതുപോലെ പെട്ടെന്ന് പോകും. അങ്ങനെ ഇരിക്കുന്ന ഹീറോയുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ നടത്തും. ഹീറോയുടെ അമ്മ പറയും നിങ്ങൾക്ക് വേഗം ഒരു കുട്ടി ഉണ്ടാകണം, ഇവിടെ നിങ്ങളുടെ അച്ഛനൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുവാണെന്ന്. ഇത് കേൾക്കുമ്പം ഹീറോ നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പുള്ളിക്കാരി ഹീറോയിനോട് പറയും കുട്ടി വന്നു കഴിഞ്ഞാൽ പകുതി പ്രശ്നവും തീരും, പിന്നെ നമ്മൾ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് നടക്കുമെന്ന്. ഇവിടെ തന്നെ എൻ്റെ മരുമകളെ നോക്കുക, കുട്ടി വന്നത് പിന്നെ ഞങ്ങൾ നല്ല ഹാപ്പിയാണെന്ന് പുള്ളിക്കാരി പറയും. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും കുട്ടി ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, അതല്ലാതെ വേറൊന്നുമില്ല എന്ന്. ഇത് കേട്ട പുള്ളിക്കാരി ഹീറോയിൻ്റെ അമ്മയോട് ചോദിക്കും എന്താ കുട്ടി ഉണ്ടാകുന്നത് തന്നെയല്ലേ ഹാപ്പിനെസ്? ഇത് കേട്ട പുള്ളിക്കാരി അതെ എന്നും പറയും. അങ്ങനെ ഇരിക്കുന്ന ഹീറോയിനും പാർക്കിൽ കൂടെ നടന്നു പോകുന്ന ടൈമിൽ ഹീറോ പറയും നിനക്കിപ്പോൾ കുട്ടിയൊന്നും വേണ്ടെങ്കിൽ വേണ്ട, അത് നിന്റെ ഇഷ്ടം പോലെ പതിയെ മതിയെന്ന്. അതുവരെ നമുക്കിങ്ങനെ ലവ് ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കാമെന്ന് പറയും. ഹീറോയിൻ പറയും കല്യാണം കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ അമ്മ നല്ല ഹാപ്പിയാണെന്ന്. ഹീറോ ചോദിക്കും അമ്മ മാത്രമാണോ, നീ ഹാപ്പി അല്ലേ എന്ന്. ആ ടൈമിലാണ് ഹീറോയിൻ ചോദിക്കുന്നത് നിങ്ങൾ ഫോൺ വീഡിയോ കാണുമെന്ന്. ഹീറോ പറയും പണ്ട് കോളേജിൽ വെച്ച് കാണുമായിരുന്നു, പിന്നെ കഴിഞ്ഞ മാസം കൂടെ കണ്ടോളെന്ന്. ഹീറോയിൻ ചോദിക്കും അതിലെങ്ങനെയാണ് നടക്കുന്നത്? രണ്ടുപേരും കൂടി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കത്തില്ലേ, അപ്പം രണ്ടുപേരും അതിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുമല്ലേ എന്ന്. ഇത് കേട്ട ഹീറോ ചോദിക്കും അതാ എനിക്ക് പിടികിട്ടാതെ, ഒന്നെങ്കിൽ ശബ്ദം ഉണ്ടാക്കണം അല്ലെ പരിപാടി ചെയ്യണം, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കമ്പ്യൂട്ടർ നോക്കാൻ പറ്റും അല്ലെങ്കിൽ കീബോർഡ് നോക്കാം, ഇത് രണ്ടിലും ഒന്നിച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കും. അതുപോലെ തന്നെ ഒരു കിളിക്ക് അടയിരിക്കാനും പറക്കാനും പറ്റത്തില്ലല്ലോ, ഇതിലേതെങ്കിലും നടക്കത്തുള്ളെന്ന് ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പം ഹീറോയിൻ്റെ കിളി പോകും. ഹീറോയിന് പിടികിട്ടും ഇവനൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ ഇരിക്കൽ ഹീറോയിൻ്റെ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നതിന് പ്യൂൺ വന്ന് പറയും. നോക്കുമ്പോഴോ തുടക്കം വന്ന ആ കുട്ടിയുടെ അമ്മ വീണ്ടും വരും. ആ കുട്ടി ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വായിച്ചെന്ന് പുള്ളിക്കാരി പറയും.
ഈ ബുക്കൊക്കെ എന്തിനാണ് ഈ ടീച്ചർ ഈ കുട്ടിക്ക് കൊടുത്തതെന്ന് പുള്ളിക്കാരി ചോദിക്കും. ഹെഡ് മാസ്റ്റർ പറയും, ഏയ് അത് ഈ ടീച്ചറല്ല, ലൈബ്രറിനായിരിക്കും കൊടുത്തത്, അതിലെന്താ ഉള്ളതെന്ന് ചോദിക്കും. പുള്ളിക്കാരി പറയും, ഏയ് എനിക്കറിയില്ല, എന്തൊക്കെയോ വൃത്തികേടാ, ഇവളും ഇവളുടെ ഡാഡിയും ഇരുന്ന് വായിക്കുന്നത് കണ്ടെന്ന്. ഹെഡ് മാസ്റ്റർ പ്യൂണിനോട് പറയും ആ ലൈബ്രറിനെ പോയി വിളിച്ചിട്ട് വരാൻ. പ്യൂൺ വിളിക്കാനായി പോകും. ആ ലേഡി ആണെങ്കിലോ മാസ്റ്റർബേറ്റ് ചെയ്യാനായി കയ്യിലൊരു വൈബ്രേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്യൂൺ വിളിക്കാനായിട്ട് ചെല്ലുമ്പോഴോ ഈ കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട പ്യൂൺ വന്ന കാര്യം വരെ മറന്നുപോകും. ഇതുവരെ ആ ലേഡിയെ കണ്ടില്ലല്ലോ എന്ന് ഹെഡ് മാസ്റ്റർ പറയും. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പോകും. ഹീറോയിനെ കാണുമ്പോൾ പ്യൂണും അവിടുന്ന് പോകും. അപ്പോഴാണ് ഹീറോയിനും ആ ലേഡിയുടെ ഈ കാഴ്ച കാണുന്നത്. ഹീറോയിൻ പുള്ളിക്കാരിയോട് ചോദിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ലൈബ്രറി ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് 2 ഡ്രീമാണുള്ളത്. ഒന്ന് എയ്റോപ്ലെയിൻ്റെ ബാത്റൂമിൽ മാസ്റ്റർബേറ്റ് ചെയ്യണം, രണ്ടാമത്തേത് ലൈബ്രറിയിലും. അങ്ങനെ ആ ആഗ്രഹം നടന്നു. അതോടൊപ്പം തന്നെ അവൾക്കിപ്പം കെട്ടിയവൻ്റെ ആവശ്യമില്ല, കെട്ടിയവന് പകരം വൈബ്രേറ്റർ ഉണ്ട്. പക്ഷെ അതാണ് ഹെഡ് മാസ്റ്റർ വാങ്ങിച്ചു വെച്ചതെന്ന് പുള്ളിക്കാരി പറയും. ഇവിടെ ഹീറോയിൻ്റെ കെട്ടിയവനാണെങ്കിലോ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പിറ്റേ ദിവസം ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് വൈബ്രേറ്റർ അടിച്ചു മാറ്റും. അങ്ങനെ അവൾ അതുമായിട്ട് വീട്ടിലേക്ക് ചെല്ലും. ആ ടൈമിൽ ഹീറോയുടെ ഗ്രാൻഡ് ചോദിക്കും ഇവിടുത്തെ ടിവിയുടെ റിമോട്ട് കണ്ടതെന്ന്. ഇല്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ റൂമിലേക്ക് കയറിപ്പോവും. റൂമെല്ലാം അടച്ച ശേഷം അവൾ വൈബ്രേറ്റർ എടുത്ത് അകത്തേക്ക് വെക്കും. എന്നിട്ട് റിമോട്ടിൽ ഞെക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിലാണ് പെട്ടെന്ന് കതക് കൊട്ടുന്നത്. ആ വെപ്രാളത്തിൽ ഹീറോയിൻ റൂമിൽ നിന്ന് ഓടി വരും. വൈബ്രേറ്ററിൻ്റെ റിമോട്ട് ആണെങ്കിലോ അവിടെ ടിവിയുടെ മുകളിൽ വെക്കും. ഹീറോയിൻ അങ്ങോട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഹീറോയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന്. ഒരുപാട് മുറിവും ഉണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ഹീറോയിൻ ചോദിക്കും. അവൻ പറയും നിന്നെ കാണാനായിട്ട് ഞാൻ വണ്ടി വേഗം വിടാൻ ഡ്രൈവറിനോട് പറഞ്ഞു. ആ ഓട്ടോക്കാരനാണെങ്കിലോ ഒരു പശുവിൻ്റെ മേത്ത് പോയിടിച്ചു. അപ്പം തന്നെ ഊട്ടം പറഞ്ഞ് ഇവൻ്റെ ബോധം പോയെന്ന്. ആ ബോധം പോയ ടൈമിലും ഇവളെ പറ്റിയായിരുന്നു ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറേ പിക്കപ്പ് ലൈനും അടിച്ചു വിടും. ഹീറോയുടെ അമ്മ പറയും വേഗം പോയി വെള്ളം എടുത്തിട്ട് വരാൻ. ഹീറോയിൻ വെള്ളം എടുക്കാൻ പോകുമ്പോഴോ ഗ്രാൻഡ് ആ റിമോട്ടിൽ പിടിച്ച് നിൽക്കും, വൈബ്രേറ്ററിൻ്റെ റിമോട്ടിൽ. വീണ്ടും കൂട്ടിയിടുമ്പം ഹീറോയിന് ഓർഗാസവും വരും. അങ്ങനെ ആ കാഴ്ച ഹീറോയുടെ ഫാമിലി മുഴുവൻ കാണും. അവിടെ കുറേ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് 2 പേരുടെയും ഫാമിലി വരും. ഹീറോയുടെ അമ്മ പറയും നിങ്ങളുടെ മകളെ ക്യാരക്ടർ വെച്ചിട്ട് ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട, വേഗം ഡിവോഴ്സ് ചെയ്തേക്കാമെന്ന്. പക്ഷേ ഹീറോയിൻ്റെ അമ്മ കാല് പിടിക്കും. ഏയ് അങ്ങനെയൊന്നും പറയല്ല, ഞങ്ങളുടെ മകളെ നിങ്ങൾ എടുത്തോളാൻ. പക്ഷേ ഹീറോയിന് ഇതൊട്ടും താല്പര്യമില്ലായിരുന്നു. ഹീറോയുടെ അമ്മ പറയും ഇനി ഇവളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഹീറോ പറയും മതി, ഇത് നിങ്ങൾ ഇനി ഇടപെടണ്ട, ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാമെന്ന്. പുള്ളിക്കാരി പറയും അതൊക്കെ ബെഡ്റൂമിൽ വെച്ച്, ഇതിപ്പം ഫാമിലി മുഴുവൻ കണ്ടില്ലേ, ഇനി നേരെ ഡിവോഴ്സ് ആണെന്ന്. അങ്ങനെ പിന്നീട് 1 മാസം കഴിഞ്ഞുള്ളത് കാണിക്കും. 2 പേര് തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യും. ഹീറോ സ്റ്റേറ്റ് പോയിന്റിലേക്ക് വരും. തെറ്റെല്ലാം അവൻ്റെ ഭാഗത്താണ്, നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങാമെന്ന് പറയും. ഹീറോയിൻ പറയും ഇതിലിപ്പോൾ തെറ്റൊന്നുമില്ല. അതോടൊപ്പം തന്നെ അവൾ പറയും അവൾക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്ന്. അങ്ങനെ ഐസ്ക്രീം വരുമ്പോഴോ ഹീറോ ഇവൾക്കത് കോരി കൊടുക്കുന്നതായിട്ട് കാണിക്കും. ഇതോടെ ഈ മൂവി തീരും. അപ്പം ഈ പടത്തിലെ 3 പാർട്ടും അതായത് 4 കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പിടികിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണെന്ന് കൂടിയും കമൻറ്റ് ചെയ്യണം.